മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിൽ 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ അതേതാണ് ചോദ്യം അല്ലേ? കഥാപാത്ര നിരൂപണമാണ്. അപ്പൊ എത്ര കഥാപാത്ര നിരൂപണങ്ങൾ ഉണ്ട് എന്നറിയാമോ നമുക്ക് ഈ ഒരു മലയാള സെക്കൻഡിൽ അല്ലെ? എത്ര പാഠഭാഗങ്ങളുണ്ട് മൊത്തം? നമുക്ക് 3 യൂണിറ്റുകളിലായിട്ട് 9 പാഠഭാഗങ്ങളാണ് നമുക്കുള്ളത്. അതിൽ കഥാപാത്രങ്ങൾ വരാൻ സാധ്യതയുള്ളതൊന്ന് മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന നോവൽ ഭാഗത്തില് നജീബും ഹക്കീമും അർബാബും ഒക്കെ കഥാപാത്ര നിരൂപണങ്ങളാണ്. അതേപോലെ ധേയ അല്ലെ, ധേയ എന്ന് പറയുന്ന തിരക്കഥയിൽ ധേയും രാജാവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. പിന്നെ തഥാഗതയിൽ അമ്മയും മകളും ചിലപ്പോൾ ചോദിക്കാം. അതേപോലെ കിട്ടുമാവനിൽ കിട്ടുമാവൻ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 1-2 കഥാപാത്ര സവിശേഷതകൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ 7 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഘടന ഏതൊക്കെ രീതിയിലാണ് എഴുതേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ കഥാപാത്രത്തിന് ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ നോവലിലുള്ള, ഇപ്പൊ തിരക്കഥയിലാണെങ്കിലും ഉള്ള സ്ഥാനം അല്ലെ, എത്രത്തോളം പ്രാധാന്യമുണ്ട്, എന്തൊക്കെയാണ് സവിശേഷതകൾ അല്ലെ, അതൊക്കെ ആദ്യം നമ്മൾ എഴുതണം. പിന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം കേട്ടോ. അതായത് കഥാപാത്രം ഏത് പാഠത്തിലാണ്, എന്താണ്, ഏത് കഥയാണോ നോവലാണോ തിരക്കഥയാണോ എന്നൊക്കെ ഉള്ളത് ഇൻട്രൊഡക്ഷനിൽ ഒന്ന് സൂചിപ്പിക്കുക നമ്മൾ. പിന്നെ കഥാപാത്രത്തിന്റെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ നമ്മൾ വിശകലനം ചെയ്യണം. സംഭാഷണങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്യാം കേട്ടോ. പിന്നെ കഥാപാത്രത്തിന്റെ മറ്റുള്ളവരോടുള്ള മനോഭാവത്തെ നമ്മൾ വ്യക്തമാക്കണം. പിന്നെ കഥാപാത്രത്തിന്റെ സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാട്, കഥാപാത്രത്തിന്റെ നിലപാടുകൾ അല്ലെ, ഇങ്ങനെ രൂപം, വേഷം, കഥാപാത്രത്തിന്റെ സ്ഥാനം, ജീവിത പശ്ചാത്തലം, മൂല്യങ്ങള്, ഇടപെടല്, സ്വാഭിപ്രായം, ഇത്രയും ചേരുന്നതാണ് ഒരു കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അതിൽ സംഭാഷണങ്ങളൊക്കെ എന്താണ്, ചിലപ്പോൾ സംഭാഷണമൊക്കെ തന്നിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മളോട് കഥാപാത്ര നിരൂപണത്തിന് ചോദിക്കുക. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കഥാപാത്ര നിരൂപണത്തിൽ എഴുതണം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കിട്ടുമാവനാണ്. വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് അല്ലെ. പുളിങ്കറി പിണ്ടിത്തൂരിന് തിന്നുമെടുത്ത് ഇനി പുതിയ വിഭവങ്ങൾ വേണമെന്നൊക്കെ ചിന്തിക്കുന്ന കിട്ടുമാവനെ നമുക്ക് കാണാം അല്ലെ. കപ്പ കച്ചവടം നടത്തുന്നുണ്ട്, ദോശ കച്ചവടം നടത്തുന്നുണ്ട്, കഠിനാധ്വാനിയായിട്ടുള്ള ആളാണ് അല്ലെ. ഓരോ വീടുകളിൽ ഇങ്ങനെ ഭക്ഷണം തേടി അലഞ്ഞു നടക്കുന്നുണ്ട്. ഒരുപാട് 2-3 ആളുടെ ജോലിയൊക്കെ ചെയ്യുമെങ്കിലും കിട്ടുമാവന് ഭക്ഷണം കൊടുത്ത് ഒപ്പിക്കാന്ന് പറയുന്നതായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ആളുകൾ അനുഭവിച്ചൊരു പ്രശ്നം, നാട്ടുകാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ. ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ല, പക്ഷെ മതിയാവുന്നവരെ കൊടുക്കണം എന്നല്ലാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് എണീക്കില്ലായിരുന്നു. അതിന് അവസാനം എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ അലഞ്ഞ് അല്ലെ, അലറി വിളിച്ചലഞ്ഞ് നടക്കുന്ന ഒരു ഭ്രാന്തനെ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാണ് കിട്ടുമാവൻ എത്തുന്നതാണ് നമ്മുടെ കഥാഭാഗത്തിൽ വായിച്ചിട്ടുള്ളത്. തകഴിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് അല്ലെ കിട്ടുമാവൻ എന്ന് പറയുന്നത്. അപ്പോൾ കഥാപാത്രത്തെ എന്താണ്, അതിന്റെ രൂപം, വേഷം അല്ലെ, കഥാപാത്രത്തിന്റെ സ്ഥാനമൊക്കെ നമ്മൾ എഴുതണം. അപ്പൊ അമിത ഭക്ഷണപ്രിയക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ആര്, കിട്ടുമാവൻ അല്ലെ. കൂട്ടുകുടുംബത്തിലായിരുന്നു ആദ്യകാലത്ത് താമസിച്ചത്. പിന്നീട് എന്ത് ചെയ്യാണ്, ഭാര്യയും മക്കളൊത്ത് മാറി താമസിക്കുകയാണ്. അപ്പൊ ആദ്യകാലത്ത് വിശക്കുന്ന സമയത്ത് ഈ ഇളനീരും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് അപ്പൊ കൂട്ടുകുടുംബാകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവല്ലോ. അപ്പൊ പിന്നീടാണ് ഈ ചിട്ടയൊക്കെ ഭക്ഷണത്തിൽ വരുന്നത്. മാറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ, മാറി താമസിച്ചപ്പോൾ കുട്ടികളെ കാര്യം വരെ വേറെ ആരെങ്കിലും കഴിച്ചു എന്ന് പോലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വാർത്ഥനായിരുന്നു എന്നുള്ളതാണ് അല്ലെ കിട്ടുമാവൻ. ആരെയും കഴിച്ചു എന്നുള്ളത് പോലും അദ്ദേഹം അന്വേഷിക്കാറുണ്ടായിരുന്നില്ല. വിഭവസമൃദ്ധമായി ഓരോ സമയം എന്തെന്ത് കഴിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകെയുള്ള ചിന്ത എന്ന് പറയുകയാണ് അല്ലെ. പിന്നെ എന്താണ്, ഓരോന്നും വിൽക്കുകയാണ് അല്ലെ. ഉണ്ടായിരുന്ന വീട് വിൽക്കുന്നു, സ്ഥലം വിൽക്കുന്നു, അങ്ങനെ എല്ലാം വിറ്റ് പെറുക്കാണ്. പലതരത്തിലുള്ള കപ്പ കച്ചവടം നടത്തുന്നു, ദോശക്കട നടത്തുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള കച്ചവടവും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വിജയിക്കാനാവുന്നില്ല. കാരണം ദോശ കച്ചവടം നടത്തി ദോശ മുഴുവൻ ചുട്ട് തിന്നുന്ന ആരാണ്, കിട്ടുമാവനാണ്. കപ്പ കച്ചവടമാണെങ്കിൽ കപ്പ ഇന്ന് ആൾക്കാർക്ക് കൊടുക്കുക അല്ലെ, കിട്ടുമാവന് കഴിക്കാനേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഭക്ഷണം അല്ലെ, എന്താ പറയാ, ആർത്തിമൂത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ ഭക്ഷണം കഴിച്ച് എന്ത് ചെയ്യണോ, അതൊരു ലഹരി പോലെ ആയി പോവാണ് കിട്ടുമാവൻ ഇവിടെ അല്ലെ. അങ്ങനെ കഠിനാധ്വാനിയായിട്ടുള്ള കിട്ടുമാവൻ പുരയിടം വെച്ചിട്ടും ഭക്ഷണം കഴിക്കുകയാണ്. കാപ്പിക്കട നടത്തുന്നുണ്ട്, കപ്പ കച്ചവടക്കാരനാണ്. പക്ഷെ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, അമിത ഭക്ഷണപ്രിയത്തിന് അല്ലെ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല അല്ലെ. അവസാനം എന്ത് ചെയ്യാണ്, അത് അദ്ദേഹത്തെ ഒരു ഭ്രാന്തനാക്കി അല്ലെ, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് നമ്മൾ കഥയിൽ കാണുന്നത്. ഇപ്പൊ നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ മടി ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മതിയാവുന്നവരെ അവിടെ ഇരിക്കും അല്ലെ. പിന്നെ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പൊ അങ്ങനെ ആരും കൊടുക്കാതെ ആവുന്നു, ആരും തിരിഞ്ഞു നോക്കാതെ ആവുന്നു അല്ലെ. അപ്പോൾ ഒടുവിൽ ഒട്ടിയ വയറോടെ എനിക്ക് വിശക്കുന്നേ നല്ലറി വിളിച്ച് വഴി നീളെ നടക്കുന്ന കിട്ടുമാവന്റെ ദയനീയമായിട്ടുള്ള ചിത്രമാണ് കഥയുടെ അവസാനം നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ്. അപ്പൊ അമിത ഭക്ഷണപ്രിയക്കാരെ അല്ലെ, ഒരു അല്ലെങ്കിൽ ഒരു വിമർശിക്കുന്ന തരത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു കഥയിൽ തകഴി അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മളുടെ ദയ എന്ന് പറയുന്ന പാഠഭാഗമാണ്. തിരക്കഥയാണ് ദയ എന്ന് പറയുന്ന തിരക്കഥയാണ്. ദയ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയാണ്. MT വാസുദേവൻ നായരാണ് എഴുതിയത്. ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അതിലുള്ള 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ദയയും മറ്റൊന്നാരാണ്, നമ്മുടെ രാജാവ് അല്ലെ. അപ്പൊ ദയയുടെ കഥാപാത്രം നോക്കാം നമുക്ക്. വളരെ ബുദ്ധിമതിയായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ദയ. ചതുരംഗം കളിച്ച് ജയിക്കാമായിരുന്നിട്ടും അല്ലെ എന്ത് ചെയ്യാണ്, സമനിലയ്ക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കണേ. രാജാവിനെ തോൽപ്പിക്കാമായിരുന്നു,
പക്ഷെ വളരെ സൈക്കോളജിക്കലായിട്ട് അല്ലെ, എന്താ പറയാ, അതൊരു മനഃശാസ്ത്രപരമായിട്ട് മറ്റുള്ള ആളുകളുടെ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളെ തിരിച്ചറിയാനാവുക എന്ന് പറയുന്നത് എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. മറ്റുള്ള ആളുകളുടെ മുഖം നോക്കി അവരുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തയിലൂടെ എന്താണ് അവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം അതിന് കഴിയാണ് അല്ലെ. ഇപ്പൊ രാജാവ് തോൽക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. അപ്പൊ ഒരു കളിയിലെ കയ്പ് കാലങ്ങളോളം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് പെരുമാറുന്ന ഒരു ദയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലെ. സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പെരുമാറുക എന്ന് പറയുന്നത് എന്താണ്, ഒരു കഴിവാണ്, സ്കില്ലാണ്. കോമൺ സെൻസ് ഒക്കെ പറയില്ല, ചില സ്ഥലത്ത് നമ്മൾ മൗനം അല്ലെ പാലിക്കേണ്ടതും ചില സ്ഥലത്ത് പ്രതികരിക്കേണ്ടതൊക്കെ നമ്മളെ സെൻസിന്റെ ഒരു കാര്യമാണ്. അപ്പൊ അത് വളരെ സ്കിൽഡ് ആണ് ആ കാര്യത്തിൽ ആര്, ദയ എന്നുള്ളതാണ്. പിന്നെ അസ്ത്രപ്രയോഗം ആവട്ടെ, വാൾപ്പയറ്റാവട്ടെ, കുതിരസവാരി ആവട്ടെ, അങ്ങനെ എല്ലാ രംഗത്തും ബുദ്ധിമതിയാണ്. എല്ലാ അറിവിന്റെ ലോകത്തിലാണെങ്കിൽ എല്ലാ കാര്യത്തിലും ദയ വളരെയധികം മുൻപിലാണ് അല്ലെ. അതുകൊണ്ടാണ് ദയക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മന്ത്രിപദത്തിൽ വരെ എത്തി നിൽക്കാൻ സാധിക്കുന്ന അവരുടെ ഉള്ളിലുള്ള അത്രയും സ്കിൽഡ് ആയിട്ടുള്ള അല്ലെ. അസ്ത്രം ആണെങ്കിൽ അസ്ത്രപ്രയോഗം, വാൾപ്പയറ്റാണെങ്കിൽ വാൾപ്പയറ്റ്, കുതിരസവാരി ആണെങ്കിൽ കുതിരസവാരി, ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാത്തിനും എന്തായിരുന്നു, ഒരുപിടി മുൻപിലായിരുന്നു ദയയുടെ അല്ലെ യാത്ര എന്നുള്ളതാണ്. പിന്നെ യജമാനായിട്ടുള്ള മൻസൂറിനെ രക്ഷിക്കാൻ സ്വയം അടിമയാകാൻ പോലും തയ്യാറാകുന്ന ഒരു ഉത്തരവാദിത്വവും അതേപോലെ എന്താണ് തൻ്റെ മുതലാളിയോടുള്ള കടപ്പാട്, അങ്ങനെ വളരെ അല്ലെ സ്വഭാവ സവിശേഷതകളൊക്കെ എന്താണ് വളരെയധികം ഗുണങ്ങളാൽ അല്ലെ സമ്പന്നമാണ് ദയയുടെ എന്ന് നമുക്ക് പറയാം. സ്നേഹത്തിൻ്റെയും സ്നേഹം വിട്ടുപോയിട്ടോ, സ്നേഹത്തിൻ്റെയും അതേപോലെ എന്താണ് നന്മയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്നേഹത്തിന്റെയും നന്മയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് നമ്മുടെ ദയ മാറുന്നത്. ലക്ഷ്യം നേടിയെടുക്കാൻ ആൺവേഷം കെട്ടുന്നുണ്ട് അല്ലെ. ആൺവേഷം കെട്ടാനുള്ള ധൈര്യം കാണിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെയും മനസാന്നിധ്യത്തോടെ നേരിടാനുള്ള കഴിവാണ് അല്ലെ. അതായത് കുതിരേനൊക്കെ മെരുക്കിയെടുക്കുന്നത്, ആ കുതിര എല്ലാവരും ഉരുട്ടിയിട്ട് കാലും കൈ ഓടിച്ചിട്ടുള്ള ഒരു കുതിരയാണ്. അപ്പൊ ആ കുതിരേനെ മെരുക്കുക, അതിന്റെ പുറത്ത് കയറുക, അപ്പൊ അതിനൊക്കെ എന്താണ് തയ്യാറായിരുന്നു നമ്മളുടെ ദയ എന്നുള്ളതാണ്. ധീരതയും ആത്മവിശ്വാസവും അതേപോലെ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ട് ആളുകളെ തിരിച്ചറിയാനും പെരുമാറാനും അവസരത്തിനൊത്ത് ഉചിതമായ രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കഥാപാത്രമായിരുന്നു ആരുടേത്, ദയയുടെ കഥാപാത്രം. ആലോചിക്കുക, 7 മാർക്കിന് നമുക്ക് സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ കഥാപാത്ര നിരൂപണം. പിന്നെ രാജാവാണ്. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടാനും ഒക്കെ കഴിയുന്ന അല്ലെ. ഭയങ്കര സ്വാർത്ഥനായിട്ടുള്ള ആളൊന്നും അല്ല രാജാവ് അല്ലെ. മന്ത്രി മരിച്ചാൽ അടുത്ത അവകാശം അല്ലെ, അടുത്ത ആൾക്ക് എന്താ പറയാ അങ്ങനെ കൊടുക്കണം എന്നൊക്കെയുള്ള അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെ, കുടുംബ പാരമ്പര്യമായിട്ട് പോകുന്ന ആ രീതി മാറ്റിവെച്ചുകൊണ്ട് കഴിവില് അല്ലെ, കഴിവുകൾ കൊണ്ട് മുന്നിൽ വരുന്ന ആളുകളെ മന്ത്രിയാക്കണം എന്നുള്ള അത്ര ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു രാജാവായിരുന്നു. പിന്നെ ദയയുടെ കഴിവുകൾ അവളെ ആദ്യം കണ്ട മാത്രയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ കഴിവുകളൊക്കെ തിരിച്ചറിയുകയും അല്ലെ, എന്താ പറയാ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ നമ്മുടെ പാഠഭാഗത്തിൽ നമ്മളത് വായിച്ചില്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ധീരനായിട്ടുള്ള അല്ലെങ്കിൽ ധീരയായ യുവതിയാണെന്ന് തിരിച്ചറിയാതെ ആണെങ്കിലും അല്ലെ, കഴിവുകളുള്ള അല്ലെ കണ്ണുകളിൽ നോക്കി അല്ലെ ആ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ ദയക്ക് കഴിയുമായിരുന്നിട്ടും ദയ അത് ചെയ്യാതിരുന്നത് രാജാവിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. രാജാവാണെന്നുള്ള യാതൊരു ഈഗോ ഒന്നും മനസ്സിൽ വയ്ക്കാതെ തുറന്ന് ചോദിക്കുകയും അല്ലെ, എന്നെ തോൽപ്പിക്കായിരുന്നല്ലോ എന്നിട്ട് എന്താ തോൽപ്പിക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കാനുള്ള മടിയൊന്നും കാണിക്കാതെ അല്ലെ, അതൊക്കെ ചോദിക്കുന്ന വിശാല മനസ്കനായിട്ടുള്ള ഒരു രാജാവിനെയാണ് അവിടെയൊക്കെ നമ്മൾ കാണുന്നത്. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു നല്ല ഭരണാധികാരിയായിട്ടാണ് ഈ ഒരു സിനിമയിലുള്ള തിരക്കഥയിലുള്ള രാജാവിനെ MT എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി തഥാഗതയില് 2 കഥാപാത്രങ്ങൾ. തഥാഗത എന്ന് പറയുന്ന കഥയാണ്. കഥയിലെ അമ്മ, ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ഒരു അമ്മ അല്ലെ, തഥാഗത അല്ലെ, ഓർമ്മകൾ വന്നും പോയിരിക്കുന്ന അവസ്ഥയിലുള്ള അമ്മയാണ് അല്ലെ. സ്വന്തം കുഞ്ഞിനും മോളെയൊക്കെ മറന്നുപോയിട്ടുള്ള ഒരു അമ്മയെ അവതരിപ്പിക്കുന്നു. അതേപോലെ അമ്മയുടെ ഓർമ്മകൾ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെയുമാണ് തഥാഗതയിൽ നമ്മൾ കാണുന്നത്. പിന്നെ നമ്മുടെ നജീബാണ് വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത്. നജീബിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ. നജീബ് എന്ന് പറയുന്നത് എന്താണ്, ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിൻ എഴുതിയ നോവലിലുള്ള ഒരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. സിനിമയിൽ പൃഥ്വിരാജാണ് ആ കഥാപാത്രം അവതരിപ്പിച്ചതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത്രയും കഥാപാത്രങ്ങളാണ് നമുക്ക് ഈ ഒരു അല്ലെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കഥാപാത്ര നിരൂപണം എന്താണ്, വളരെ പ്രധാനപ്പെട്ട 7 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഘടന, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് ആലോചിച്ചിട്ട് എഴുതണം. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് 7 മാർക്കും എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും പാഠഭാഗങ്ങൾ സംശയമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ താഴെ കമന്റ് ചെയ്യുക. ടീച്ചർ അത് നോക്കിയിട്ട് അടുത്ത വീഡിയോസ് അതേപോലെ ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ ലിങ്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി പാഠഭാഗങ്ങളൊക്കെ നമുക്ക് ലൈവുകളിൽ ഉഷാറായി അടിപൊളിയായിട്ട് പഠിക്കണം. പാഠഭാഗങ്ങൾ 9 പാഠഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, വായിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളും മാറ്റിവെക്കാതെ അല്ലെ, വെറുതെ കളിച്ചിരിക്കാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം.
അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വായിക്കുക. പാഠപുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.